ഉന്നത സ്ഥാനത്തെത്തും, ധൈര്യമായിട്ടിരുന്നോളൂ എന്നാണ് പറഞ്ഞത്. എന്നെ കണ്ടപ്പോഴ് പാസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം, എന്നോട് ചോദിച്ച ആ ഓരോ ചോദ്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എന്നോട് പാസ്റ്റർ തുറന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. പ്രതിസന്ധികൾ ധാരാളം, രാഷ്ട്രീയത്തിലല്ലേ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. 5016 വോട്ടിനാണ് ഞാൻ വിജയിച്ചത്. മിനി പ്രിൻസ് കട്ടപ്പന. പക്ഷേ കഴിഞ്ഞ നവംബർ 3-ാം ആഴ്ചയിലാണ് ഈ സഹോദരി കട്ടപ്പന എലോഹിം സഭയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. ആദ്യം താൻ പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചു വന്നു. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ താൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി മത്സരിച്ചു. ആ സമയത്ത് വിജയിക്കുമോ എന്നറിയാനാണ് താൻ പാഷയെ കാണാൻ വന്നത്. അന്ന് പാഷ തന്നോട് ഇപ്രകാരം പറഞ്ഞു, ധൈര്യമായി മത്സരിച്ചു, ഉന്നത സ്ഥാനത്തെത്തും എന്ന് പറഞ്ഞു. ആ സമയത്ത് സീറ്റ് കിട്ടുമോ എന്ന് പോലും പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ ഇലക്ഷന് ശേഷം 5000-ൽ പരം വോട്ടിന് താൻ വിജയിച്ചു. പ്രാർത്ഥിച്ച അഭിഷത്തിനോടും സഭയോടും ഈ സമയം നന്ദി അറിയിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിച്ച ആളാണ്. അന്ന് ഒരു 4 മണിയായപ്പോൾ എന്നെ വന്ന് കണ്ടത് എനിക്ക് ഇന്നെന്ന പോലെ ഓർമ്മയുണ്ട്. ആൾക്ക് ആശങ്കയാണ്, സീറ്റ് കിട്ടുമോ, ജയിക്കുമോ. കർത്താവ് പറഞ്ഞു സീറ്റ് കിട്ടും, അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ദൈവം വിജയം കൊടുക്കും എന്ന് തന്നോട് പറഞ്ഞതാണ്. ദൈവം ചെയ്ത അത്ഭുതമാണ്. താൻ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായി പാസ്റ്ററെ കാണാൻ എത്തിയത് നവംബർ മാസം 3-ാമത്തെ ആഴ്ച എൻ്റെ പ്രിയ സുഹൃത്ത് ജാൻസി റജിയോടൊപ്പമായിരുന്നു. ഞാനും ജാൻസി റജിയൊക്കെ ജനപ്രതിനിധികളായിരുന്നു. 2010 തൊട്ട് 15 വരെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു. അതിനുശേഷം 20 മുതൽ 25 വരെ പഞ്ചായത്ത് മെമ്പറും ഇടയ്ക്ക് ഒരു കാലം പഞ്ചായത്ത് പ്രസിഡന്റ്, 2.5 വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. അപ്പോൾ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്താണ് നവംബർ മാസം 3-ാമത്തെ ആഴ്ച. അപ്പോൾ ഇലക്ഷൻ അടുക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെയും പ്രതിസന്ധികൾ ഒരുപാട് വന്നു. അപ്പോൾ എന്നോട് ജാൻസി മെമ്പറാണ് പറഞ്ഞത്, നമുക്ക് പാസ്റ്ററെ കാണാം, മിനിമോള് വൈകിയാണെങ്കിലും എത്തണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഒരു 4 മണിയോട് അടുത്ത സമയത്ത് ഞാൻ വളരെ, കാരണം ആദ്യമായിട്ടാണ് വരുന്നത്, ഞാനൊരു ഹിന്ദുവാണ്, ക്രിസ്ത്യനല്ല. അപ്പോൾ എങ്കിലും എനിക്ക് കർത്താവിൽ നല്ല വിശ്വാസമുള്ള ആളാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിക്കും, എനിക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം ജാൻസി എന്ന് പറഞ്ഞ് ഞാൻ പാസ്റ്ററിൻ്റെ അടുക്കലേക്ക് വന്നു. വളരെ ആശങ്കയോടെയാണ്, ഒരുപാട് ആളുകൾ കാണാൻ നിൽക്കുകയാണ്. പക്ഷേ എന്നെ കണ്ടപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം, എന്നോട് ചോദിച്ച ആ ഓരോ ചോദ്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എന്നോട് പാസ്റ്റർ തുറന്ന് ചോദിച്ചു. അതിനുശേഷം അപ്പോൾ എൻ്റെ സുഹൃത്തിന് ആശങ്ക, ഞാൻ സ്ഥാനാർത്ഥി ഇത് ആവുമോ എന്നുള്ളതാണ്. അപ്പം സുഹൃത്ത് തന്നെ പറഞ്ഞു സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഉന്നത സ്ഥാനത്തെത്തും, ധൈര്യമായിട്ടിരുന്നോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എനിക്ക് പിന്നെ അതിനുശേഷം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഉന്നത സ്ഥാനത്തെത്തും എന്ന് പറഞ്ഞതുകൊണ്ട് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. സീറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ സീറ്റ് കിട്ടി. അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. പ്രതിസന്ധികൾ ധാരാളം, രാഷ്ട്രീയത്തിലല്ലേ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. 5016 വോട്ടിനാണ് ഞാൻ വിജയിച്ചത്. ഒരു നല്ല കാപ്പ് കൊടുത്തേ. അപ്പോൾ എവിടെ ചെന്നാലേ ഒരു തടസ്സവും എനിക്ക് വന്നില്ല അന്ന്. കാരണം നമുക്കറിയാം, ഒരു ഇലക്ഷനെ ജില്ലാ പഞ്ചായത്ത് നേരിടുമ്പോൾ 45 വാർഡുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എങ്ങും ഒരു തടസ്സം വന്നില്ല. കർത്താവിനെ എല്ലായിടത്തും എല്ലാം മിടുക്കിയാക്കി തന്നെ നിർത്തുകയും എന്നെ വിജയിപ്പിക്കുകയും ചെയ്തു. ഇതിനുള്ള നന്ദി എല്ലാവരോടും പാസ്റ്ററോട് പ്രത്യേകം അറിയിക്കുകയാണ്, കർത്താവിനോട്. അതോടൊപ്പം തന്നെ നമുക്ക് കർത്താവിൻ്റെ പദ്ധതി തന്നെയാണ്. കാരണം പല പ്രതികൂല സാഹചര്യങ്ങൾ, ഇപ്പം പാസ്റ്റർ പറഞ്ഞ വചനം ഞാൻ ഓർക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിലും, നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് എതിർപ്പുണ്ടെങ്കിലും കർത്താവ് നിങ്ങളെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞ പോലെ കർത്താവിനെ മഹത്വപ്പെടുത്തിയെന്ന് തന്നെ
ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. ഐ ബ്ലസ് സ്തോത്രം